പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ 2 സെഷനിലായിട്ട് നമ്മൾ ICTയെ കുറിച്ച്, എംപ്ലോയബിലിറ്റി സ്കിൽ എന്ന് പറയുന്ന അതിൽ ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നുള്ള സെക്ഷനെ കുറിച്ചുള്ള 2 ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ സെഷനാണ്. മൂന്നാമത്തെ സെഷനോട് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നുള്ള ആ സെക്ഷനിലുള്ള വേർഡ് പ്രോസസ്സിംഗ് ആണ് പ്രധാനമായും നമ്മൾ നോക്കുന്നത്. ആ ഒരു സെക്ഷൻ എന്ത് ചെയ്യും, ഇവിടെ അവസാനിക്കും. അപ്പൊ നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലേണിംഗ് ഔട്ട്കംസ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മളൊന്ന് നോക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാനത് 8 മുതൽ സെലക്ട് ചെയ്ത് ഞാനതിൽ ഹൈലൈറ്റർ ഉപയോഗിക്കുകയാണ്. കണ്ടോ, ഇതിപ്പോ വേർഡ് അല്ല, പവർ പോയിന്റ് ആണെന്ന് ഞാൻ പറയാം. ഇവിടെ ഒരു ഹൈലൈറ്റർ, ABC ഒരു ഹൈലൈറ്റർ ഉപയോഗിക്കാം. അപ്പൊ ഞാനത് പച്ച ഹൈലൈറ്റർ വെച്ചു. കാരണം ഇത്രയും സെക്ഷൻ എന്ത് ചെയ്തു, നമ്മൾ ഇപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സെഷനിലാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള എല്ലാം തന്നെ ചെറിയ ചെറിയ ഓരോരോ കാര്യങ്ങളാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, നമ്മളൊരു ഡോക്യുമെന്റ് എന്ത് ചെയ്തു, നമ്മളൊരു അസൈൻമെന്റ് ഉണ്ടാക്കി അല്ലേ. ഒരു അസൈൻമെന്റ്, ഫിസിക്സിന്റെ ഒരു അസൈൻമെന്റ് ഉണ്ടാക്കി, പിന്നെ അതെന്ത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നമ്മൾ ആ അസൈൻമെന്റ് തുറക്കണം. ആ അസൈൻമെന്റ് തുറക്കാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്നുള്ളത് വേർഡ് ഡോക്യുമെന്റ് തുറക്കുക എന്നുള്ളതാണ്. വേർഡ് ഡോക്യുമെന്റ് തുറന്നു കഴിഞ്ഞതിന് ശേഷം ഞാനത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു കാണാൻ കാണാം. അതിൽ ഏറ്റവും താഴത്ത് ഇവിടെ ഒരു XW കാണാം, വേർഡ് അല്ലെ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വേർഡ് ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാനുള്ള 2-3 മാർഗങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ മാർഗം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ കാണും എന്ത്, ഇവിടെ നമ്മൾ ലാസ്റ്റ്, അതായത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്ത ഡോക്യുമെന്റുകളൊക്കെ ഇവിടെ MET കരിക്കുലം, അസൈൻമെന്റ് നമ്പർ ആരതി, അസൈൻമെന്റ് നമ്പർ 1 ബിൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം അല്ലെ. അപ്പൊ ഈ ഒരു സംഭവങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് അസൈൻമെന്റ് നമ്പർ 1 എന്ന് പറയുന്ന നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഒരു പൊസിഷൻ ആണ്. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും, അസൈൻമെന്റ് ഓപ്പൺ ചെയ്തു. കണ്ടോ, അസൈൻമെന്റ് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഇതാണ് അതിന്റെ ഓപ്ഷൻ. ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. ഓക്കെ, അസൈൻമെന്റ് വന്ന് നമ്മൾ നേരത്തെ സേവ് ചെയ്ത കാര്യങ്ങൾക്ക് അതിലുണ്ട്. ഇനി അത് ക്ലോസ് ചെയ്യാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷനാണ്. മക്കൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം, ഒരു ലൈൻ വിട്ടുപോയി കഴിഞ്ഞാൽ അത് പോകും. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷനാണ് എന്താ, അവിടെ ഇടത്തെ സൈഡിൽ ഹോം, ന്യൂ, ഓപ്പൺ എന്നുള്ള വിൻഡോ കണ്ടില്ലേ. ആ ഓപ്പൺ എന്നുള്ള അതിൽ എന്ത് ചെയ്യും, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതേപോലെ വലത് സൈഡിൽ പുതിയൊരു വിൻഡോ വരും. കണ്ടോ, ഇവിടെ കുറെ കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും അടുത്ത് നമ്മൾ സേവ് ചെയ്ത ഒരുപാട് ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് എന്ത് ചെയ്യും, അവിടെ വരും. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതെല്ലാം തന്നെ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ ഇന്നലെയോ മിനിയാന്നോ അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉള്ള മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഞാനത് ക്ലോസ് ചെയ്യാണ്. ഇനി നമ്മൾ കുറെ മുമ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാണ്. അതിനുമുമ്പൊക്കെ ഒരുപാട് ഡോക്യുമെന്റ്സ് ഇപ്പോൾ നമ്മൾ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സേവ് ചെയ്തു, ഒക്കെ ഒരുപാട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിന്റെ പേരറിയാം, പക്ഷെ ഇവിടെ കാണുന്നില്ല. ഈ പറയുന്ന നമ്മൾ വേർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ലിസ്റ്റ് ചെയ്യുന്നില്ല. അതല്ല, ഓപ്പൺ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും ലിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷനാണ് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ദിസ് PC ഏറ്റവും മുകൾ ഭാഗത്ത് ഇടത് സൈഡായിട്ട് ദിസ് PC എന്നൊരു സാധനം കണ്ടോ. ചില കമ്പ്യൂട്ടറുകളിൽ അത് മൈ കമ്പ്യൂട്ടർ എന്നായിരിക്കും, അല്ലെങ്കിൽ ഹോം എന്നായിരിക്കും. ചില സിസ്റ്റത്തിൽ ഹോം എന്നായിരിക്കും, ചിലതിൽ മൈ PC എന്നായിരിക്കും, ചിലതിൽ ദിസ് PC, ചിലത് മൈ കമ്പ്യൂട്ടർ എന്നായിരിക്കും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒന്നുകിൽ അവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും താഴെ ഇവിടെ ടാസ്ക് ബാറിൽ ഒരു സാധനത എക്സ്പ്ലോറർ, ഫയൽ എക്സ്പ്ലോറർ, ഇതിൽ രണ്ടിലും രണ്ട് ക്ലിക്ക് ചെയ്താലും ഒരുപോലെ അത് വരും. അപ്പൊ ഞാൻ ദിസ് PC എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഈ സിസ്റ്റത്തിനുള്ളിലുള്ള ലാപ്ടോപ്പിലുള്ള എല്ലാ ഡ്രൈവുകളും അത് കാണിച്ചു തരും. ഓരോ ഡ്രൈവിലുമുള്ള എത്ര ഫ്രീ സ്പേസ് ഉണ്ട്, എത്ര GB അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ കാണാം. ഇവിടെ റെഡ് ആയിട്ട് മാർക്ക് ചെയ്ത കുറെ കാര്യങ്ങൾ. റെഡ് മീൻസ് എന്താണ്, ആൾമോസ്റ്റ് അത് ഓരോ ഡ്രൈവും അത് ഫുള്ളാവാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സേവ് ചെയ്ത ലൊക്കേഷൻ നമ്മൾ തെരഞ്ഞു പോകുന്നു അല്ലെ. ഞാൻ സേവ് ചെയ്ത ലൊക്കേഷൻ നമുക്ക് അറിയുമെങ്കിൽ എന്ത് ചെയ്യണം, അത് തെരഞ്ഞു പോകണം. ഇല്ലെങ്കിൽ സെർച്ച് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഇയറിൽ
ഞാൻ MET എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NSKF MET എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിലാണ്. അവിടെ കണ്ടോ ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സേവ് ചെയ്ത അസൈൻമെന്റ് നമ്പർ 1 ബിൻസി EP എന്നുള്ള ആ ഒരു പൊസിഷൻ നമുക്ക് അവിടെ കാണാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്തു, അസൈൻമെന്റ് നമ്പർ 1 എന്നുള്ളത് നമ്മൾ പ്രസന്റ് നമ്മൾ ഓപ്പൺ ചെയ്യും. അപ്പൊ നമ്മൾ 3 മെത്തേഡ് നമ്മൾ പഠിച്ചു. എന്ത് പിന്നെ ഒരു വേർഡ് ഓപ്പൺ ചെയ്യാനുള്ള 3 മെത്തേഡുകൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പൊ നമ്മൾ അസൈൻമെന്റ് ഇതിപ്പോ ഒരു 5-10 പേജൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അസൈൻമെന്റ് അല്ലേ, ഒരുപാട് പേജുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിനെന്ത് ചെയ്യണം, നമ്മൾ ഒരു പ്രിന്റർ എന്ത് ചെയ്യണം, നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യണം. പ്രിന്റർ നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്താൽ മാത്രം പ്രിന്റ് ആവുകയില്ല. എന്ത് ചെയ്യണം, ആ പ്രിന്ററിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിന്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യണം, നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു ഡോക്യുമെന്റിന് നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്ന് പറയാം, പേപ്പറിൽ പ്രിന്റ് ചെയ്യാം. അപ്പൊ അതിനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ പറഞ്ഞു. ഇവിടെ ഫയൽ ഏറ്റവും മുകൾ ഭാഗത്ത് ഫയൽ എന്നുള്ള അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം ഉണ്ട്, പ്രിന്റ്. കണ്ടോ, പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ പ്രിന്റിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. പ്രിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രിന്ററുകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ കാണിക്കും. കണ്ടോ, ഇത് പ്രിന്റ് എന്നുള്ള ബട്ടൺ ആണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ആവും. ഓക്കെ, പിന്നെ ഇവിടെ ഏറ്റവും മുകളിൽ എത്ര കോപ്പി എടുക്കണം, 1 കോപ്പിയാണോ 2 കോപ്പിയാണോ 5 കോപ്പിയാണോ 10 കോപ്പിയാണോ. പ്രിന്റർ, ഇവിടെ ഏത് പ്രിന്റർ ആണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കണം. ഇവിടെ ഇപ്പൊ അതില് ഒരുപാട് പ്രിന്ററുകൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബ്രദർ പ്രിന്റർ ഉണ്ട്, HP ലേസർ ഉണ്ട്, ഇങ്ങനെ അവിടുത്തെ ഒരു സാംസങ് 3 പ്രിന്ററുകളുണ്ട്. അതല്ലാതെ വേറെ കുറെ സോഫ്റ്റ്വെയറുകളുണ്ട്. നമുക്ക് PDF ആക്കിയിട്ട് നമ്മളൊക്കെ PDF ഡോക്യുമെന്റ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ PDF ആക്കി സേവ് ചെയ്യാനും പ്രിന്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഇപ്പോൾ നിലവിലുള്ളത് ബ്രദർ എന്നുള്ള പ്രിന്റർ ഉണ്ട്, HP ലേസർ 1020 ഓഫ്ലൈൻ ആണ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇവിടെ സാംസങ്. ഇപ്പൊ 3 പ്രിന്റർ. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പ്രിന്റർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് കോപ്പീസ്, എത്ര കോപ്പി വേണം, ആ കോപ്പി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. ഇവിടെ 4 കോപ്പി 5 കോപ്പി. അതാണ് നമ്മൾ ഈ ഡോക്യുമെന്റേഷനിലുള്ള ഒരു ഗുണം. അപ്പൊ നമ്മൾ കൈകൊണ്ട് എഴുതാണെങ്കിൽ ഒരു കോപ്പി എടുത്ത് കഴിഞ്ഞാൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഒക്കെ അങ്ങനെയൊക്കെയാണ് വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് എത്ര കോപ്പി വേണമെങ്കിലും എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഏത് പേപ്പറാണ് ഉപയോഗിക്കുന്നത്, കേട്ടോ, ലെറ്റർ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പേപ്പർ സെലക്ട് ചെയ്യാം, ഏത് തരത്തിലുള്ള പേപ്പറാണ്. A4 നമ്മൾ സാധാരണ നമ്മൾ സ്കൂളുകളിലേക്ക് ഉപയോഗിക്കുന്ന A4 സൈസാണ്. A4 സൈസാണ് സാധാരണ കോമൺ ഓഫീസ് വർക്കിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, A4 എന്നുള്ള പേപ്പർ സെലക്ട് ചെയ്യുന്നു. അപ്പൊ A4 എന്നുള്ള പേപ്പർ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ കുറെ ഓപ്ഷൻസ്, വേറെ കുറെ ഓപ്ഷൻസ് ഒക്കെ അതിപ്പോ നമ്മൾ നോക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു പേജിൽ എത്ര ഷീറ്റ് പ്രിന്റ് ചെയ്യണം, ഒരു പേജിൽ എത്ര പേജ് പ്രിന്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു പേജിൽ 1 മതി. ഒരു പേജിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഷീറ്റിൽ ഒരു A4ന്റെ വെള്ള പേപ്പറിൽ 2 പേജ് പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ 4 പേജ് പ്രിന്റ് ചെയ്യാം, 6 പേജ് പ്രിന്റ് ചെയ്യാം. അങ്ങനെ എത്ര പേജ് വേണമെങ്കിലും നമുക്ക് ഇന്ന് പ്രിന്റ് ചെയ്യാം. അതിനനുസരിച്ച് ആ സംഭവം ചെറുതായി പോകുന്നുള്ളൂ. ഓക്കെ, അതല്ലാതെ പേജ് സെറ്റപ്പ് എന്നുകൊണ്ട് ഏറ്റവും അടിയിലൊരു സാധനമാണ്. പേജ് സെറ്റപ്പ് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിലെന്ത് ചെയ്യാൻ കൊണ്ടോ, ഇതിന്റെയൊക്കെ മാർജിനുകൾ, ലെഫ്റ്റ് റൈറ്റ് മാർജിനുകൾ, ബോട്ടം മാർജിനുകൾ, അതിൽ ടോപ്പ് മാർജിനുകൾ, അതുപോലെ പേപ്പർ ഏതാണെന്ന് സെലക്ട് ചെയ്യാം, പേപ്പറിന്റെ വിഡ്ത്ത് സെലക്ട് ചെയ്യാം, അതിന്റെ ഹൈറ്റ് എത്രയാണ്, ബ്രെഡ്ത്ത് എത്രയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ലേഔട്ട്, ഈ കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു പ്രിവ്യൂ, ഇതാണ് ഇതിന്റെ പ്രിവ്യൂ. ഈ ഒരു പ്രിവ്യൂവിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ലേഔട്ട് ഇതാണ്, ഈ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻസ് ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അതിലേക്ക് വരാം. ചില പ്രിന്ററുകളിൽ എന്ത് ചെയ്യാം, ഡബിൾ സൈഡ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലിപ്പോ പ്രിന്റ് ഓൺ 1 സൈഡ് എന്നാണുള്ളത്. അപ്പൊ ചിലയിൽ എന്ത് ചെയ്യാം, പ്രിന്റ് ഓൺ ബോത്ത് സൈഡ്സ് ആണ്. അപ്പൊ നമ്മൾ പേപ്പർ ലാഭിക്കാൻ വേണ്ടി എന്ന് വേണമെങ്കിൽ എന്തെങ്കിലും പ്രിന്റ് ഓൺ ബോത്ത് സൈഡ്, 2 സൈഡും വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഈ പേജ് സെറ്റപ്പിൽ നമുക്ക് ഒന്നുകൂടി പോവാം. പേജ് സെറ്റപ്പിൽ ഹോൾ ഡോക്യുമെന്റ്സ്, പേപ്പർ മാർജിൻ. ഓക്കെ, ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടി നമുക്ക് പറഞ്ഞു തരാണ്. മാർജിൻ എന്നുള്ള ആ സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ് ഉണ്ട്, അതുപോലെ റൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടോ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ കുത്തനെ പ്രിന്റ് ചെയ്യുന്ന, ഈ രൂപത്തിൽ പ്രിന്റ് ചെയ്യുന്നതാണ് പോർട്രേറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ലാൻഡ്സ്കേപ്പ് എന്ന് പറയാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത്, അത് വിഡ്ത്തിൽ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഒരു സംഭവം വലുതാക്കി പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാൻഡ്സ്കേപ്പിലാണ് സാധാരണ പ്രിന്റ് ചെയ്യുക. നമ്മളിപ്പോൾ നോട്ടീസ് ബോർഡിലൊക്കെ നോട്ടീസ് ഇടുന്നതാണെങ്കിൽ നമ്മൾ ലാൻഡ്സ്കേപ്പിലാണ് പ്രിന്റ്. അതേസമയം ഒരു അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ പോർട്രേറ്റിലാണ് പ്രിന്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ഷേപ്പ് മാറുന്നുണ്ടോ. ഓക്കെ,
അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ പ്രിന്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 5 കോപ്പി ഈ ഡോക്യുമെന്റിന്റെ 5 കോപ്പി നമ്മൾ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. അപ്പൊ നമ്മുടെ പ്രിന്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ പ്രിന്റർ ഒന്ന് കണക്ട് ചെയ്യാത്തത് കൊണ്ട് എന്തായാലും ഒന്നും തന്നെ പ്രിന്റ് ഒന്നും ആവുകയില്ല. ഓക്കെ, ഇപ്പൊ ഇത്രയുമാണ് എന്ത് ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്ത ഡോക്യുമെന്റിനെ ഓപ്പൺ ചെയ്യുകയും പിന്നെ അതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത സെക്ഷനായിട്ട് നമുക്ക് ഇനി പഠിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ ഇത്രയും സെക്ഷൻ കഴിഞ്ഞു, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഒരു സെക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു ഡോക്യുമെന്റ് തൽക്കാലത്തിന് വേണ്ടി ഇവിടുന്ന് കോപ്പി ചെയ്യാണ്. ഓക്കെ, ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് Ctrl+C ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ അസൈൻമെന്റ് എന്നുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, ഞാനൊരു ഇവിടെ Ctrl+V ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച കട്ട് ആൻഡ് പേസ്റ്റ്, കോപ്പി പേസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇപ്പോൾ ഉള്ള ഹോം എന്നുള്ള ഓപ്ഷനിലാണ്. ഇടത്തെ സൈഡിൽ ഫയലിന്റെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എസ്കേപ്പ് പ്രസ് ചെയ്താലാണ് നോർമലിലേക്ക് പോട്ടെ, എസ്കേപ്പ് പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഹോം ഇൻസേർട്ട് പ്രസ് ചെയ്യുമ്പോൾ വേറൊരു വിൻഡോ വരും. ഇത് വേർഡിലെ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ രൂപത്തിൽ ഏറ്റവും പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പം അത് നമ്മൾ ഹോം എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ ഒരു അസൈൻമെന്റിൽ ഒരു 10-20 പേജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ അസൈൻമെന്റ് നമ്മൾ എന്ത് ചെയ്യും, 10-20 പേജ് ഉണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം മാത്രം നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ സർവീസ് എന്ന് എഴുതിയത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇവിടെ ഫൈൻഡ് എന്നൊരു സാധനം കണ്ടോ, ഫൈൻഡ്. ഓക്കെ, അതെന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ ഫൈൻഡ് എന്ന് പറയുന്ന മുകൾ ഭാഗത്ത് വലത് സൈഡിൽ ഫൈൻഡ് എന്നൊരു ഓപ്ഷൻ കാണും അല്ലെ. അപ്പൊ അത് നമ്മൾ ഫൈൻഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു സാധനം, അത് ഈ ഡോക്യുമെന്റിൽ എവിടെയുണ്ട് ആ സാധനം, അതിനെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആ കണ്ടുപിടിക്കേണ്ട സാധനം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ലൈക്ക് എന്ന് പറയുന്ന സാധനമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ലൈക്ക് എന്ന സംഭവം ഞാൻ ടൈപ്പ് ചെയ്ത് ഉടനെ തന്നെ എന്ത് ചെയ്തു, ഉണ്ടോ ഇവിടെ താഴെ അത് ലിസ്റ്റിൽ വന്നുണ്ടോ, പേജ് 1 എങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് മാത്രമല്ല അത് വലത് സൈഡ് മാർക്ക് ചെയ്ത് കാണിച്ചു തരികയും ചെയ്തു. കണ്ടോ ഇവിടെ എന്ത് ചെയ്തു, അത് മാർക്ക് ചെയ്ത് കാണിച്ചു തന്നു. കണ്ടോ, അപ്പൊ ഇതാണ് തന്നെ ഫൈൻഡ് ചെയ്യാന്ന് പറയാം, ഒരു സംഭവത്തെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു സംഭവം കണ്ടുപിടിക്കണം. ഏതാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ ഫൈൻഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ടല്ല കണ്ടുപിടിച്ചേ. ഇനി ഇത് കൂടാതെ Ctrl+F ഷോർട്ട് കട്ട് കീ ആണ്. Ctrl+F എന്നുള്ള ബട്ടൺ ഞാൻ Ctrl+ഉം F-ഉം ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും, അപ്പോഴും ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ Ctrl+F എന്നുള്ളത് ഫൈൻഡിന്റെ ഒരു ഷോർട്ട് കട്ട് കീ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്കിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഹാവ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഹാവ് എന്നുള്ളത് എന്തുണ്ട്, ഇതാ ഇവിടെ നമുക്ക് 2 സെക്ഷൻ ആയിട്ട് കാണാം. ഒന്നാമത്തെ സെക്ഷനിൽ ഇവിടെ ഉണ്ടോ ഒരു ബോൾഡ് ആക്കി കാണിച്ചുണ്ടോ, അപ്പൊ അവിടെ ഹാവ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു ഹാവ് ഉണ്ട്. അതുകൂടാതെ രണ്ടാമത് വേറൊരു സ്ഥലത്തും ഹാവ് ഉണ്ട്. ഓക്കെ, ഇവിടെയും സ്ഥലത്ത് ഹാവ് ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര സ്ഥലത്ത് ഹാവ് ഉണ്ട്, 2 സ്ഥലത്ത് ഹാവിനെ നമ്മൾ കണ്ടു അല്ലേ. അപ്പൊ ഇവിടെ റിസൾട്ട് ഇതാ 2 of 2. ഓക്കെ, 1 of 2, 2 of 2. അപ്പൊ 2 സ്ഥലത്ത് ഹാവ് ഉണ്ട് എന്നതിൽ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഈ ഡോക്യുമെന്റിൽ എത്ര ഓഫ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഞാൻ എന്താ ഷോർട്ട് കട്ട് കീ എന്താണ്, Ctrl+F അടിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ എത്ര ഓഫ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതെ, ഈ ഡോക്യുമെന്റിൽ എത്ര ഓഫ് ഉണ്ട് എനിക്ക് ചിത്രത്തിൽ കാണാം. ചിത്രത്തിൽ വീഡിയോയിൽ കാണാം. എന്താണ് ഇവിടെ ഒരു ബോൾഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെറ്റർ എവിടെ എന്നുള്ളത് കണ്ടെത്തും. അതുപോലെ രണ്ടാമത്തെ ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നാൽ അത് എവിടെയാണെന്നുള്ളത് കണ്ടു. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും. ഇതാണ് ഫൈൻഡിന്റെ ഒരു ഗുണം. അപ്പൊ നമുക്ക് എവിടെയാണോ ഈ സാധനമുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ എന്താ, ഇനി നമുക്ക് വേറെ ഒന്നുള്ളത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണ്. ഇപ്പൊ ഒരു സാധനം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, അതിന് നമുക്ക് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു വേർഡാക്കി മാറ്റണം. റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വേറൊരു വേർഡാക്കി മാറ്റണം. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് വേണ്ടത് അതിനാണ് ഇവിടെ എന്താ Ctrl+H എന്നൊരു ഓപ്ഷൻ ഷോർട്ട് കട്ട് കീ ഉണ്ട്. അല്ലെങ്കിൽ റീപ്ലേസ് എന്നുള്ള ബട്ടൺ, ഫൈൻഡിന്റെ തൊട്ട് താഴെ റീപ്ലേസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള ആദ്യം ഫൈൻഡ് വാട്ട്, എന്ത് കണ്ടുപിടിച്ചിട്ട് എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ ചോദ്യം അല്ലെ.
ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഞാൻ പറയാണ്, ഇവിടെ സയൻസ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെന്താക്കി മാറ്റണം? ഫിസിക്സ് എന്നാക്കി മാറ്റണം. അതാണ് എന്റെ ആവശ്യം. ഈ ഡോക്യുമെന്റിൽ സയൻസ് എന്നുള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്യണം? ഫിസിക്സ് എന്നാക്കി മാറ്റണം. ഓക്കെ, അപ്പൊ നമ്മൾ ചിലപ്പോൾ ചില സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്ന പേര് ഒരുമിച്ച് മാറ്റണം അല്ലെ. ഒരു 100 പേജുള്ള ഒരു ഡോക്യുമെന്റിൽ ഒരു പേജ് ഒന്നിച്ച് മാറ്റണം അല്ലെ. ഒരു പേര് ഈ 100 പേജിലും എന്തുണ്ട്? സയൻസ് എന്നുള്ള ഒരു സാധനമുണ്ട്. അതിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഫിസിക്സ് എന്നാക്കി മാറ്റണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഏറ്റവും മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നതിന് പകരം സയൻസ് എന്നുള്ള കണ്ടുപിടിക്കുക, റീപ്ലേസ് വിത്ത് ഫിസിക്സ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. റീപ്ലേസ് ആൾ, ഫൈൻഡ് നെക്സ്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത് എന്ത് ചെയ്യുന്നു? പിന്നെ ഇതിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. എന്താണ്? മോർ എന്നുള്ള ബട്ടൺ, ഇവിടെ മോർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മാച്ച് കേസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ലെറ്റർ ആയിരിക്കണം. ആൽഫബറ്റ് അങ്ങനത്തെ അല്ലേ, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, സെയിം ലെറ്റർ ആയിരിക്കണോ? ഫൈൻഡ് ഹോൾ വേൾഡ് മാത്രമാണോ? വൈൽഡ് കാർഡ്സ് മാത്രമാണോ? സൗണ്ട് ആണോ? മാച്ച് പ്രിഫിക്സ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് തന്നെ വേണമെങ്കിൽ മാച്ച് കേസ്, സെയിം കേസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം മാച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? മാറ്റിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്കത് ഓപ്ഷൻ വേണ്ട, നിങ്ങളൊന്ന് ഇത്ര ചെയ്യാം. ഈ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു? സയൻസിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫിസിക്സ് എന്നാക്കി മാറ്റണം. അപ്പൊ ഈ ഡോക്യുമെന്റിൽ 100 പേജുള്ള ഡോക്യുമെന്റ് ആണെങ്കിൽ ഒരു സെക്കൻഡ് വേണ്ട, എന്ത് ചെയ്യും? ഈ സയൻസിനെ മാറ്റി ഫിസിക്സ് ആക്കി. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാനിവിടെ റീപ്ലേസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. റീപ്ലേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ സയൻസ് എന്നുള്ളത് വട്ടപടം കേട്ടോ. ഇതാണ് നമ്മുടെ സയൻസ്, കണ്ടോ? ഇതാണ് നമ്മുടെ സയൻസ്. അതിനെ ഞാൻ ഇപ്പൊ എന്താക്കാൻ പോവാണ്? ഫിസിക്സ് ആക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാൻ റീപ്ലേസ്, കണ്ടോ? ആ സയൻസ് എന്തായി മാറി? വി ആർ ഫിനിഷ്ഡ് സെർച്ചിങ് ദ ഡോക്യുമെന്റ്. അപ്പൊ ഈ ഡോക്യുമെന്റിൽ സയൻസ് എന്നുള്ളത് ആകെ ഒറ്റ പ്രാവശ്യമുള്ളൂ. അതിനെ നമ്മൾ എന്താക്കി മാറ്റി? ഫിസിക്സ് ആക്കി മാറ്റി. ഓക്കെ, ഇതാണ് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഫൈൻഡ് ആൻഡ് ക്ലോസ് എന്നാണ്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ റീപ്ലേസ് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? Ctrl+H പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സെയിം വിൻഡോ വീണ്ടും തുടർന്ന് വരും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ മാറ്റുന്നത് പിന്നെ ബേസിക് എന്നുള്ള സംഭവം. ഇവിടെ ബേസിക് എന്നുള്ള സംഭവം എന്തിനാ? നമുക്ക് ഒഴിവാക്കണം. ടു ഹാവ് ദ നോളജ് ഓഫ് ഫിസിക്സ് എന്നാക്കി മാറ്റണം. അപ്പൊ ഈ ഡോക്യുമെന്റിൽ എല്ലാ ബേസിക് നമ്മൾ മാറ്റണം. എന്ത് ചെയ്യും? ബേസിക് ആദ്യം അടിക്കും. ബേസിക് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ബേസിക് എന്നുള്ള സ്ഥലത്ത് വേറെ ഒന്നും വേണ്ട. ഓക്കെ, ബേസിക് എന്ന സ്ഥലത്ത് എന്ത് ചെയ്യേണ്ട? വേറെ ഒന്നും വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ കംപ്ലീറ്റ് മാറ്റിയിടുന്നു. ഒരു ചെറിയ സ്പേസ് ഇടുന്നു, ഒരു സ്പേസ് ബാർ ഒന്ന് പ്രസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? റീപ്ലേസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ റീപ്ലേസ് ആൾ എന്ന് കൊടുക്കാം, രണ്ടും കൊടുക്കാം. ഓക്കെ, ശ്രദ്ധിക്കണേ. അപ്പൊ എന്ത് ചെയ്യുന്നു? കണ്ടോ? അപ്പൊ എന്ത് ചെയ്ത്? അവിടെ നേരത്തെ ബേസിക് എന്നുള്ള സംഭവം പോയി, അവിടെ സ്പേസ് മാത്രം വന്നു. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഒരു സംഭവത്തെ ഒരു പേരിനെ നമുക്ക് ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ഒരു പേരിന് പകരം വേറൊരു പേര് കൊടുക്കാനും നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ആൻഡ് റീപ്ലേസ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു സെക്ഷൻ ഇവിടെ നമുക്ക് ഇവിടെ അവസാനിച്ചത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഓട്ടോ കറക്ഷൻ. ഓക്കെ, ഇപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനുള്ള ഓട്ടോ കറക്ഷൻ എന്നുള്ള ഓപ്ഷനാണ്. എന്താണ് ഓട്ടോ കറക്ഷൻ? ഓട്ടോ കറക്ഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന അതില്ല. എന്താണ്? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഓട്ടോ കറക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ്ങും ഗ്രാമറുകളൊക്കെ തന്നെ എന്ത് ചെയ്യുക? ഓട്ടോമാറ്റിക് ആയിട്ട് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എഴുതുന്ന ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ഞാനിതില് കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ആണോ? ഞാനത് സ്പെല്ലിംഗ് അടിച്ചപ്പോൾ തന്നെ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള കണ്ടെത്തി. കണ്ടോ? ഒരു റെഡ് അണ്ടർലൈൻ നിങ്ങൾ കാണുന്നില്ലേ? കാരണം ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണ്? ഓക്കെ, ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണ്? ഈ വൊക്കേഷണലിന്റെ എക്ക് പകരം ഞാൻ എന്ത് ചെയ്തു? എന്ന് കൊടുത്തപ്പോ എന്ത്? അപ്പൊ തന്നെ അവിടെ മിസ്റ്റേക്ക് കാണിച്ചു അല്ലെ? ഇതിനാണ് ഓട്ടോ കറക്ഷൻ എന്ന് പറയുന്നത്. ഈ ഓട്ടോ കറക്ഷൻ എങ്ങനെയാണ് നമ്മളെ എനേബിൾ ചെയ്യുക? ഓട്ടോ കറക്ഷനിലെ ഏറ്റവും വലിയ ഗുണം എന്താ? സ്പെല്ലിംഗ് തെറ്റുകയും ഓട്ടോമാറ്റിക് ആയിട്ട് കറക്റ്റ് ചെയ്യും അല്ലേ? ഓക്കെ, അപ്പൊ അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുക. ഇടത്ത് സൈഡിലെ ഏറ്റവും മുകൾ ഭാഗത്ത് ഫയൽ, അവിടെ ഏറ്റവും താഴ്ഭാഗത്തുള്ള ഒരു സാധനം കാണാം, ഓപ്ഷൻസ്. കണ്ടോ? ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു സാധനം വരും. ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ജനറൽ എന്നുള്ള സാധനം ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്,
പ്രൂഫ് ചെയ്യാം. നമ്മളൊരു കാര്യം, നമ്മൾ ഡോക്യുമെന്റ് പ്രൂഫ് ചെയ്യാൻ നമ്മൾ പറയാറില്ല, ചിലപ്പോഴൊക്കെ പറയും. എന്ത് പ്രൂഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, എന്നീ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് പ്രൂഫിംഗ്. അപ്പൊ ഇവിടെ ഒരുപാട് ചെക്കിംഗ് ഉണ്ട് കണ്ടോ. ഇഗ്നോർ വേർഡ്സ് ഇൻ അപ്പർ കേസ്, ഇഗ്നോർ വേർഡ്സ് ഇൻ ദ കണ്ടെയ്ൻ രജിസ്റ്റർ, ഇഗ്നോർ ഇന്റർനെറ്റ് ഫയൽ അഡ്രസ്സസ്, അതുപോലെ ചെക്ക് സ്പെല്ലിംഗ് ആസ് യു ടൈപ്പ്. നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്പെല്ലിംഗ് ടെസ്റ്റ് ചെയ്യുക, സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുക. മാർക്ക് ഗ്രാമർ എറേഴ്സ് ആർ യു ടൈപ്പ്. നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗ്രാമർ എറേഴ്സ് ചെയ്യുക. അതുപോലെ ഫ്രീക്വന്റ്ലി കൺഫ്യൂ, ഇതെല്ലാം ഇപ്പൊ എനേബിൾ ചെയ്ത് വെച്ചിരിക്കാം. നമുക്ക് വേണം എന്തെങ്കിലും ഡിസേബിൾ ചെയ്യാം കണ്ടോ, ഒക്കെ തന്നെ വേണം ഡിസേബിൾ. അപ്പൊ അതൊന്നും അതിൽ വരില്ല. ഇപ്പൊ നമ്മൾ ബൈ ഡിഫോൾട്ട് എന്ത് ചെയ്യണം, ഇതൊക്കെ എനേബിൾ ചെയ്ത് വെക്കുകയാണ് നല്ലത്. കാരണം എന്താ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അതുപോലെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഓക്കെ അടിക്കുന്നു. അപ്പൊ ഇവിടെ കണ്ടോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ തന്നെ എന്താ ഇവിടെ കണ്ടുപിടിച്ചു. അപ്പൊ എന്ത് ചെയ്തു, നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറയാം. അപ്പൊ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ത് ചെയ്യും പറഞ്ഞു തരും. വൊക്കേഷണൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മാറ്റി അല്ലെ, വൊക്കേഷണൽ ഹയർ. വീണ്ടും ഒരു മിസ്റ്റേക്ക് അല്ലെ, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, ഓട്ടർ കറക്ഷൻ എനേബിൾ ചെയ്തിട്ടുള്ളൂ. ഇവിടെ എന്താ തെറ്റ് ഇവിടെ കാണിച്ചു തന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ അത് കാണിച്ചു തരും എന്താണ് തെറ്റെന്നുള്ളത് അല്ലെ. വീണ്ടും ഞാൻ വീണ്ടും ഞാൻ ഹയർ സെക്കൻഡറി എഴുതി, അതും തെറ്റാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം എന്ത് ചെയ്തു, ഞാനത് കറക്റ്റ് ചെയ്തു. അതിന്റെ മുകളിൽ ഇവിടെ അതിന്റെ മുകളിൽ മൗസ് കൊണ്ടുവന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, സ്പെല്ലിംഗ് അവിടെ കാണിച്ചു സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. ഓക്കെ, അപ്പൊ സ്കൂളിൽ നിന്നാണ് ഞാൻ എഴുതിയത്, അതും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ എന്ത് ചെയ്യും, അത് മുകളിൽ കാണിച്ചു തരും. കറക്റ്റ് ആയിട്ട് ഏകദേശം ഒരു സെന്റൻസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അത് സ്പെല്ലിംഗ് കാണിച്ചു തരുള്ളൂ. അല്ലെങ്കിൽ അതിന് ഡിക്ഷണറിയിൽ എന്തെങ്കിലും നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ അതിന് കാലിക്കറ്റ് വൊക്കേഷണൽ ഹയർ, ഇതാണ് സ്പെൽ കറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതല്ലാതെ വേറൊരു ഓപ്ഷൻ കൂടി പറയാം. ഞാൻ ഇതൊക്കെ എന്ത് ചെയ്തു, വൊക്കേഷണൽ പകരം ഇങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ സെക്കൻഡറി തെറ്റിച്ച് എഴുതിയിട്ടുണ്ട്, ഇവിടെ ഹയർ എന്നുള്ള തെറ്റിച്ച് എഴുതി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡോക്യുമെന്റ് എന്ത് ചെയ്യാം, സ്പെൽ ചെക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ഞാൻ പറയാം. ഇവിടെ നമ്മൾ ഇൻസേർട്ട്, ഡ്രോ, ലേ ഔട്ട്, റെഫറൻസ്, മെയിലിംഗ്, റിവ്യൂ. ഓക്കെ, എന്നാണ് റിവ്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഇടത്തെ സൈഡിൽ കാണാൻ കണ്ടോ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് ഓരോ സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തരും. അപ്പൊ ഇവിടെ നമ്മൾ വൊക്കേഷണൽ ആണ്. അപ്പൊ ഇവിടെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. 2-3 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. സജഷൻസ് അല്ലേ, ഏറ്റവും മുകളിൽ ഒരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ടല്ലേ, വൊക്കേഷന്റെ അടിയിൽ എന്തെങ്കിലും ഒരു റെഡ്, വലത് സൈഡിൽ ഒരു റെഡ് വരെ കാണുന്നുണ്ട്. ഓക്കെ, ഇതിലൂടെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പൊ നമ്മള് ഈ വൊക്കേഷൻ എന്നുള്ള പ്രസ് ചെയ്തു, എന്നിട്ട് ഇവിടെ ഒരു മൈക്ക് പോലെ, ഒരു സ്പീക്കർ പോലത്തെ ഒരു സാധനം അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ശബ്ദം നമ്മൾ കേൾക്കും. നിങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ടോ? വൊക്കേഷൻ എന്ന് ഒരാൾ പറഞ്ഞു കേട്ടില്ലേ? കേട്ടോ? ഓക്കെ. അപ്പൊ ഇതിൽ ഇപ്പൊ 2 ഓപ്ഷൻസ് അത് പറഞ്ഞു തരാണ്. വൊക്കേഷണൽ എന്നുള്ളത് വി ക്യാപിറ്റൽ ആയിട്ടുള്ളതുണ്ട്, വി സ്മോൾ ആയിട്ടുള്ളതുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഞാനിപ്പം വൊക്കേഷൻ എന്നുള്ള ക്യാപ്സ് ആയിട്ടുള്ള അത് സെലക്ട് ചെയ്യുന്നു. അപ്പൊ എന്താ ചെയ്യും, അവിടെ മാറി, കണ്ടില്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്തു, അടുത്ത സ്പെല്ലിംഗ് മിസ്റ്റേക്കിലേക്ക് അത് പോയത്, ഹയർ എന്നുള്ളതിലേക്കാണ് അത് പോയത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ അതില് നമുക്ക് അതാണ്. അപ്പൊ അത് ഹയർ എന്നുള്ള സജഷൻസ് പറയുന്നുണ്ട്, എന്താണ് മാറ്റം, ഹയർ. ഓക്കെ, ഹയർ മാറ്റി. വീണ്ടും എന്ത് ചെയ്തു, സ്പെല്ലിംഗിൽ തെറ്റുണ്ടെന്ന് വീണ്ടും പറയാണ്. ഹയർ സെക്കൻഡറിയിൽ റെഡ് അണ്ടർലൈൻ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണം കേൾക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ഈ സെക്കൻഡറി എന്നുള്ള ക്ലിക്ക് ചെയ്താൽ എന്താ ചെയ്യാം, അതും കറക്റ്റായി മാറും. ഓക്കെ, പിന്നെ ഇവിടെ പേരൊക്കെ ഉള്ള ആരതി പേര്, അപ്പൊ അതിലൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല, കാരണം അതൊന്നും ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല, കാരണം നമ്മുടെ പേരുകളാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇതാണ് എന്തുള്ളത്, സ്പെൽ ചെക്ക്. മറന്നു പോകരുത്, സ്പെൽ ചെക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക എന്താണ്, ഇവിടെ റിവ്യൂവിലാണ്, റിവ്യൂ ചെയ്യാണല്ലോ നമ്മൾ സ്പെൽ ചെക്ക്. ഓക്കെ, അതാണ് ഓപ്ഷൻ. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ പറയാം, ഗ്രാമർ മിസ്റ്റേക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാനൊരു സമ്മർ ടൈപ്പ് ചെയ്യാം. ഐ എം എ ബോയ്. ഓക്കെ, ഇത് ഗ്രാമർ കറക്റ്റ് ആണോ? ഗ്രാമർ കറക്റ്റ് ആണ് അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ സെറ്റായ ഗ്രാമർ കൊടുക്കണം. ഓക്കെ, ഇത് ഗ്രാമർ കറക്റ്റ് ആണോ അല്ലേ? നോ. നമുക്ക് നോക്കാം ഗ്രാമർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാം. യെസ്, ഇവിടെ ആൾറെഡി ഒരു വര വന്ന കണ്ടോ നിങ്ങള്, 6ന്റെ ഇടയിൽ ഒരു വര വന്ന കണ്ടോ?
യെസ്, അതിനർത്ഥം എന്താണ്? ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. ഒരു നീല വര വന്നു കഴിഞ്ഞാൽ നീല വര വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു ഗ്രാമർ മിസ്റ്റേക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊന്നും നമ്മൾ കൈകൊണ്ട് ലെറ്റർ എഴുതിയാലോ അല്ലെങ്കിൽ അസൈൻമെന്റ് എഴുതിയാലോ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളുകളിലും കോളേജിലൊക്കെ തന്നെ എന്താണ് ഇതേപോലുള്ള DTP എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക്. അപ്പോൾ ഇതിൽ രണ്ട് ഇവിടെ കണ്ടു. അപ്പോൾ നമ്മളിവിടെ ഈ ഇടത്തെ സൈഡിലുള്ള സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്നുള്ള അത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെല്ലിംഗ് എന്താണെന്ന് അത് പറഞ്ഞു തരും. സ്പെല്ലിംഗ് അല്ല, എവിടെയാണ് കണ്ടോ, I are a boy എന്ന് ഒരിക്കലും പറയില്ല. പറയില്ല. I am. ഓക്കെ, അതുപോലെ I am. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സെലക്ട് ചെയ്യുന്നു, ആം സെലക്ട് ചെയ്യുന്നു. അപ്പൊ എന്തായി, അത് കറക്റ്റ് ചെയ്തു, അടുത്ത സ്പെല്ലിംഗിലേക്ക് പോയി. കാരണം ആരതി എന്ന് പറയുന്നത് ഒരു സംഭവത്തെ കുറിച്ച് അവർക്ക് അറിയില്ല. ഓക്കെ, എന്തിനും അറിയില്ല, നമ്മൾ കമ്പ്യൂട്ടറിന് അറിയില്ല, കാരണം അത് ഇന്ത്യൻ ഇതായതുകൊണ്ട്. ഓക്കെ, അപ്പൊ I am a boy എന്നുള്ള എന്ത് സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ വേറൊന്ന് ടൈപ്പ് ചെയ്യാണ്. ഇതേപോലെ ഏത് ഗ്രാമറും അത് കറക്റ്റ് ചെയ്തു. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് എനിക്ക് അറിയുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, യു വാസ് എ ഗേൾ. ഓക്കെ, നമുക്ക് ഈസും വാസും ഹാസും ഹാവും ഒക്കെ പലപ്പോഴും നമുക്കൊക്കെ തെറ്റിപ്പോകുന്നതാണ്. നമ്മൾ അതും ഇതൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, യു വാസ് എ ഗേൾ. അത് സ്പെല്ലിംഗ് കറക്റ്റ് ആണോ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ റിവ്യൂവിൽ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ മൊത്തത്തിൽ എല്ലാം ഡോക്യുമെന്റ് ഒക്കെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക കേട്ടോ. ഇത് റിവ്യൂ കറക്ഷൻസ് ഒക്കെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. അപ്പൊ സ്പെല്ലിംഗ് ഗ്രാമർ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ എന്താ, ഇവിടെ എന്തായതുകൊണ്ടോ ഒരു അണ്ടർലൈൻ വന്നാണ്ടോ, യു വാസ് ഒരിക്കലും പറയില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്നുള്ള പ്രൊണൗൺസിയേഷൻ അല്ല, എന്താണ് അവിടെ വേണ്ടതെന്നുള്ളത് സജസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ യു വേർ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, അവിടെ യു വേർ എന്നുള്ള സംഭവം എന്ത് ചെയ്തു, കറക്റ്റ് ആയിട്ട് വന്നു, യു ആർ എ ഗേൾ. ഇതാണ് ഗ്രാമർ ചെക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്പെല്ലിംഗ് ഗ്രാമർ എന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ സെക്ഷൻ നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പോകാനുള്ളതാണ് ഓട്ടോ കറക്ഷൻ. നമ്മൾ കഴിഞ്ഞു, സ്പെൽ ചെക്ക് കഴിഞ്ഞു. നമ്പേഴ്സ് ആൻഡ് ബുള്ളറ്റ്സ് നമ്മുടെ ഒരു സെക്ഷനോട് ഞാൻ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം നമ്പേഴ്സ് ആൻഡ് ബുള്ളറ്റ്സ്. ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ, നമ്മൾ അസൈൻമെന്റ് ആണ്, നമ്മൾ അസൈൻമെന്റിന്റെ നമ്മൾ അടുത്ത പേജിലേക്ക് വന്നു. ഓക്കെ, അടുത്ത പേജിലേക്ക് വന്നിട്ട് എന്ത്, ഞാൻ അവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ അലൈൻമെന്റ് ഫോമിൽ വന്നിട്ട് അലൈൻമെന്റ് ഇടത്തെ കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്തു. അപ്പൊ ഞാൻ ഇപ്പൊ ലിസ്റ്റ് ചെയ്യണം. ഞാൻ കുറച്ച് എന്ത് ചെയ്യുന്നു, കുറച്ച് സബ്ജക്റ്റുകൾ ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, വൊക്കേഷൻ VHSC സബ്ജക്ട്സ് എന്നിട്ട് ലിസ്റ്റ് ചെയ്യണേ. ഒരു മിനിറ്റ് മോളെ. ഞാനിവിടെ VHSC സബ്ജക്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? VHSC സബ്ജക്ട്സ് എഴുതുന്നതല്ലേ, കാണുന്നില്ലേ? ഓക്കെ, ഞാനിവിടെ കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, FHW MET ED ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്കിതിൽ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് എന്ന ഓപ്ഷൻസ് കാണാം. ഞങ്ങളോട് പറയാൻ പോകുന്നു. ഓക്കെ, ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ വൊക്കേഷണൽ എനിക്ക് ഈ സംഭവത്തെ എന്തെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിനെ ബോൾഡാക്കി മാറ്റി. ഇനി എന്ത്, ബുള്ളറ്റ് ഇടാൻ പോവാണ്, ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബുള്ളറ്റ് ഇടേണ്ട സംഭവങ്ങൾ നമ്മൾ ആദ്യമായി ഇങ്ങനെ മൗസ് കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ താഴ്ഭാഗത്ത് മുതൽ മുകളിലിട്ടൊക്കെ അല്ലെങ്കിൽ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കണ്ടോ, എന്റെ മൗസ് പോകുന്നത് കണ്ടോ, ഈ മെയിലിങ്ങിന്റെ തൊട്ട് താഴെ ഇവിടെ ഒരു സാധനം ബുള്ളറ്റ്സ്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളറ്റ് നമ്മൾ എഴുതിയ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള ബുള്ളറ്റുകൾ കാണാം. നോൺ എന്ന് പറയുന്ന ഒരു ബുള്ളറ്റും ഇല്ല. ഈ ബുള്ളറ്റ് കണ്ടോ, ബുള്ളറ്റ് മാറുന്ന കണ്ടോ, ഞാൻ എന്റെ മൗസ് അതിലേക്ക് വരുമ്പോൾ തന്നെ ബുള്ളറ്റുകൾ മാറും. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഓരോരോ പോയിന്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടോ. ഇങ്ങനെ ഏത് തരത്തിലുള്ള ബുള്ളറ്റ് പോയിന്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബുള്ളറ്റ് പോയിന്റുകൾ നമ്മൾ പറയുന്നത്. ഓക്കെ, ചെറുത് അതിന്റെ തൊട്ട് വലുത് ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റുകളൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ പറയുന്നത് ബുള്ളറ്റ് പോയിന്റ്സ് എന്ന് പറയും. ഇത് ബുള്ളറ്റ് പോയിന്റുകൾ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, ഇനി എനിക്ക് ഇപ്പൊ നമ്മളിപ്പോ ചെയ്തില്ലേ, ഈ ചെയ്ത കാര്യങ്ങൾ പഴയ ഇതിലേക്ക് തന്നെ പോകണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, ഇവിടെ കണ്ടോ, ഏറ്റവും മുകൾ ഭാഗത്ത് രണ്ടാമത്തെ ഓപ്ഷനാണ് എന്ത്, അൺഡു. അതായത് നമ്മളിപ്പോ ചെയ്ത കാര്യം നമ്മൾ ബാക്കോട്ടേക്ക് പോകണം. കണ്ടോ, ഇതിന് തൊട്ട് വലത് സെല്ലൊരു വലത്തോട്ടൊക്കെ ഒരു മാർഗമുണ്ട്, റീഡു. ഇപ്പൊ ചെയ്ത കാര്യത്തേക്ക്, ഇപ്പൊ നമ്മൾ ചെയ്ത കാര്യം ഏറ്റവും അവസാനമായിട്ട് ചെയ്ത കാര്യത്തേക്ക് നമുക്ക് പോകണം. കണ്ടോ, ഏറ്റവും ഇടതുവശത്തുള്ള ഒരു സാധനം, ഏറ്റവും ഇടതുവശത്ത് മുകൾ ഭാഗത്തുള്ള സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യണം, അല്ലെങ്കിൽ കറണ്ട് പോയാലൊക്കെ എന്തായി കുടുങ്ങിപ്പോകും. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടാനുള്ള നമ്മൾ റീഡു ചെയ്യും. പിന്നെ ചെയ്ത കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ അൺഡു എന്ന് പറയും. അൺഡു
അപ്പൊ നമ്മൾ അൺഡു ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ബുള്ളറ്റ് ഇടാനുള്ള മറ്റു ഒരു മാർഗം കൂടി നമുക്ക് നോക്കാം. ഇതേപോലെ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മൗസിന്റെ പോയിന്റ് എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ വേറൊരു സാധനം കണ്ടോ? ബുള്ളറ്റ്സ്. ആ സെയിം സാധനം തന്നെ ഇവിടെ വന്നിട്ടുണ്ടാവും. കണ്ടോ? ബുള്ളറ്റ്സ്. ഓക്കെ, ഇതാണ് ബുള്ളറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്പറിംഗ് എന്ന് പറഞ്ഞ സംഭവത്തെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ അൺഡു എന്നുള്ള സംഭവം ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കുക, അൺഡു എന്ന് എഴുതിയപ്പോൾ അതിന്റെ അൺഡു ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് കൺട്രോൾ ഇസെഡ്. കണ്ടോ? കൺട്രോൾ ഇസെഡ്. അപ്പൊ കൺട്രോൾ ഇസെഡ് എന്നുള്ള ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യാൻ എന്ത് സംഭവിക്കും? ഞാനിവിടെ മുകളിലൊന്നും പ്രസ് ചെയ്യുന്നില്ല, ഞാൻ കൺട്രോളും ഇസെഡും കൂടി പ്രസ് ചെയ്യാണ്. കണ്ടോ? എന്തായി? പഴയ മോഡലിൽ തന്നെ ആയി ഇല്ലേ? ഇനി പഴയ മോഡലായ സാധനം പുതിയ മോഡലിലേക്ക് കൊണ്ടുപോകണം. കണ്ടോ? അതിനെന്താ ഉള്ളത്? റീഡു ഇല്ലേ? റീഡു ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് കൺട്രോൾ വൈ. കൺട്രോൾ പ്ലസ് വൈ എന്ന് അടിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. പഴയ കോലത്തിലേക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ പോലെ പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഇസെഡ്. ഓക്കെ, അപ്പൊ കൺട്രോൾ വൈ, കൺട്രോൾ ഇസെഡ്, അതായത് മിക്കവാറും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കൺട്രോൾ വൈയും കൺട്രോൾ ഇസെഡ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. മക്കളത് ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ കഴിയുമെങ്കിൽ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് നാളെ ഒന്നുകൂടി ഇത് കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്ത് മനസ്സിലാവും സംഭവം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്പറിംഗ് എന്നുള്ള ഒരു സാധനം കൂടി പഠിക്കാൻ. നമ്പറിംഗ് എന്താണ്? നമ്പറിംഗ്, ഇതിന് നമ്പർ ഇടാം. ഇതേപോലെ സെലക്ട് ചെയ്യാം. ഇതേപോലെ എന്ത് ചെയ്യും? നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ വേറെ ഓപ്ഷൻ കണ്ടോ? നമ്പറിംഗ് ഉണ്ടോ? ഈ ബുള്ളറ്റിന്റെ വലത് സൈഡായിട്ട് ഒരു നമ്പറിംഗ് എന്ന സാധനം കണ്ടോ? അതിലെന്ത് ചെയ്യാം? നമുക്ക് നമ്പറിംഗ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പറിങ്ങിനുള്ള വ്യത്യസ്ത ഓപ്ഷനുകൾ അതിൽ തെളിഞ്ഞു വരും. നമുക്ക് എന്ത് ചെയ്യാം? 1 2 3 മോഡൽ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ 1 2 3 വിത്ത് ബ്രാക്കറ്റ്. ഈ സമയത്ത് നമ്മുടെ നമ്പർ മാറുന്ന നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ രൂപത്തിൽ നമുക്ക് 1 2 3 ഇടാം, അല്ലെങ്കിൽ ABC രൂപത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ എക്ക് ബ്രാക്കറ്റുള്ള രൂപത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ എക്ക് കുത്തും കാമുള്ള രൂപത്തിൽ ചെയ്യാം. ഇങ്ങനെയുള്ള പല രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്പർ ഇടാം. ABCയിൽ നമ്പർ ഇടാം, അല്ലെങ്കിൽ നമ്പറിൽ നമ്പർ ഇടാം. ഓക്കെ, അങ്ങനെ നമ്പറിൽ നമ്പർ ഇട്ടു. ഓക്കെ, ഇനി മറ്റൊരു ഓപ്ഷൻ എന്താണ്? ഇത് നമ്പർ ഇടാനുള്ള ഓപ്ഷൻ ആണ് അല്ലേ? ഓക്കെ, ഇനി ഇതേപോലെ തന്നെ എന്താണ്? ഇപ്പൊ ഇതിന് ഞാൻ അൺഡു ചെയ്യണം. കൺട്രോൾ ഇസെഡ് ചെയ്ത് പഴയ കോലത്തിലാക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് നമ്പർ ഇടാനുള്ള മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടാണ്. ഇതേപോലെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ അവിടെ കൊണ്ടുവന്ന് മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് അവിടെ നമ്പറിംഗ് കണ്ടോ? ഇവിടെ നമുക്ക് നമ്പർ ചെയ്യാനുള്ള വിവിധ ഓപ്ഷനുകൾ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ചെയ്യുന്നു. ഇവിടെ ഞാൻ ABC എന്നുള്ള രൂപത്തിലാണ് നമ്പർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ABC. അപ്പൊ എന്ത് ചെയ്ത്? അവിടെ നമ്പർ 1 ABC എന്ന നമ്പർ 1. ഇതാണ് നമ്പറിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം. ഇനി ചില ടൈറ്റിലുകളിൽ എന്തുണ്ടാവും? സബ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, നമുക്ക് ബയോളജി തന്നെ എന്തുണ്ട്? സുവോളജി എന്നൊരു സാധനമുണ്ട്. പിന്നെ അതുപോലെ ബോട്ടണി എന്ന് പറഞ്ഞ സാധനമുണ്ട് അല്ലെ? അപ്പൊ ആ തരത്തിൽ വരും നമ്മൾ ഈ തരത്തിലുള്ള നമ്പറുകൾ. നിങ്ങളിതാ ഈ നമ്പറിങ് തൊട്ട് താഴത്തെ വേറൊരു സാധനം ഉണ്ട് കണ്ടോ? നമ്പറിംഗ് ആയിട്ടുള്ള, അതായത് ഒന്നിന്റെ സബ്ബായിട്ട് വേറെ ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനെ അങ്ങനെ പറയും. അപ്പൊ അതിന് ഇതിലിപ്പോ ഈ രൂപത്തിലാണ് നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ രൂപത്തിൽ രണ്ട് സെക്ഷനാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം ബയോളജി. അപ്പൊ ബയോളജിന്റെ ഇടയിൽ എന്തുണ്ട്? 2 സംഭവം അല്ല. അപ്പൊ നമുക്ക് നോക്കാം. ബയോളജിന്റെ ഇടയിൽ ഇവിടെ അങ്ങനെ എൻ്റർ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ഒരു ടാബ് പ്രസ് ചെയ്യാം. കണ്ടോ? അപ്പൊ 3.1 എന്ന് പറഞ്ഞു കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സുവോളജി. വീണ്ടും സുവോളജിക്ക് എന്തുണ്ട്? പിന്നെ ബോട്ടണി കണ്ടോ? അപ്പൊ 3.1 വന്നില്ലാണ്ടില്ലേ? ഇനി നമുക്ക് സുവോളജിയിൽ 2-3 ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. സുവോളജിയിൽ 2-3 ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ആ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് എൻ്റർ ചെയ്യാം. അപ്പോൾ 3.2 എന്ന് വരും. ആ 3.2 എന്ന് വരുന്നതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? ഒരു ടാബ് കണ്ടു. മറ്റേ ഇടത്തെ സൈഡിൽ ലാപ്ടോപ്പില് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ കീബോർഡ് ഇടത്തെ സൈഡിൽ ടാബ് നിർമ്മിക്കുകയാണ്. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പൊ എന്താ ചെയ്യണ്ടോ? 3.1.1. ഓക്കെ, അവിടെ നമുക്ക് എന്താ പറയാം? ബേർഡ് അല്ലേ? ബേർഡ്സ്, ആനിമൽസ് അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൽ എൻ്റർ ചെയ്യാം. ഇതേപോലെ ബോട്ടണിയിലും എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇതുപോലെ ടാബ് എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ലീവ്സ് അല്ലേ? ലീഫ്, പിന്നെന്താ? പിന്നെ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അല്ലേ? ക്യാരറ്റ് ഇങ്ങനെ. അപ്പൊ നിങ്ങൾ കണ്ടോ? അതായത് നമ്പറിങ്, ഇതാണ് നമ്പറിങ് എന്ന് പറയുന്നത്. വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്പറിങ് ചെയ്യാം. ഇപ്പൊ ഈ രൂപത്തിൽ ഇങ്ങനെ ഒന്നിന്റെ അടിയിൽ ഒന്ന്, അതിന്റെ അടിയിൽ വേറൊന്ന്, അതിന്റെ അടിയിൽ വേറൊന്ന്, ഈ രൂപത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ഈ രൂപത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ 3ാമത്തെ കീ ആണ് പ്രസ് ചെയ്യുന്നത്. 3ാമത്തെ ആൾട്ടർനേറ്റീവ് ആണ് പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ,
അതിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ സെലക്ട് ചെയ്യാം, ആ മെത്തേഡിൽ സെലക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്പറിംഗ് ആൻഡ് ബുള്ളറ്റിംഗ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നമ്പറിംഗ്, ബുള്ളറ്റിംഗ് ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലും കൃത്യമായി മനസ്സിലാവും. എന്നാലും നിങ്ങൾ 1-2 തവണ ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ കാണണം കേട്ടോ. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഓക്കെ, ഇൻസെർട്ട് ടേബിൾസ്, ഷേപ്സ്, പിക്ചേഴ്സ്, ഓഡിയോ ആൻഡ് വീഡിയോ. ഓക്കെ, നമുക്ക് എങ്ങനെ ഇതിലേക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇതെല്ലാം കളയാണ്. ഞാൻ ഇത്രയും സംഭവം സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നു. നമ്മൾ കീബോർഡിലുള്ള ഒരു ഡിലീറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യാൻ കംപ്ലീറ്റ് പോകും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, Ctrl+S അടിക്കുന്നു. എനിക്ക് ഈ പറഞ്ഞ സെയിം സാധനങ്ങളില്ലേ, അതിനെന്ത് ചെയ്യണം, ഒരു ടേബിളിലാക്കണം. അപ്പൊ ഞാനൊരു എന്ത് ചെയ്യുന്നു, ഞാൻ അതിനെ ടേബിളിലാക്കാം, ഒരു ടേബിൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇൻസേർട്ട്, ഹോമിന്റെ തൊട്ട് വലത് സൈഡിൽ ഇൻസേർട്ട് എന്നൊരു ബട്ടൺ കണ്ടോ, ഇൻസേർട്ട്. ഓക്കെ, അവിടെ ടേബിൾ എന്നൊരു സാധനം കണ്ടോ, ഇൻസേർട്ട് ടേബിൾ. അപ്പൊ ടേബിളിൽ നമുക്ക് എത്ര കോളം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എത്ര കോളം വേണം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്ര കോളം വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പൊ നിങ്ങൾക്ക് NSSന്റെ ഒരു ചാർട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ടേബിൾ ഉണ്ടാക്കണം, ഓരോ കുട്ടിക്കും ഓരോരോ ദിവസത്തിൽ ഓരോരോ. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾ ഞാനിവിടെ ഇടത്തെ സൈഡിൽ ടേബിൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് വലത് സൈഡിൽ അതിന്റെ കോളങ്ങൾ എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ VHSC സബ്ജക്റ്റുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 4, 6, 7 സബ്ജക്ട്, 6 സബ്ജക്ട്, അപ്പൊ 7 കോളം വെക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പൊ ഞാനിതിങ്ങനെ എഴുതുന്നു, ഞാൻ എഴുതാം, പെട്ടെന്ന് എഴുതി തീർക്കാം. നമ്പർ സബ്ജക്ട്, ഇതിനാണ് കോളംസ് എന്ന് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ എന്ത് ഇവിടെ കോളം നമ്മൾ ആദ്യം നമ്പർ ഇടും, 1, 2, 3, 4, 5, 6. നമുക്ക് ഒന്നുകിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ നമ്പർ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, നമ്പർ പഠിച്ചിട്ടില്ല, എങ്ങനെ നമ്പർ ഇടേണ്ടത്, ഇവിടെ വന്നിട്ട് ഇതില് ഹോമിൽ വന്നിട്ട് ഇതിൽ എന്ത് ചെയ്യാം, നമ്പർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് ഓട്ടോമാറ്റിക്കലി അവിടെ നമ്പർ വരും. അപ്പൊ ഇതിന്റെ സൈസ്, ഈ ടേബിളിന്റെ സൈസ് ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നീട്ടാനൊക്കെ ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഓരോരോ സബ്ജക്ട് എഴുതുന്നു, ഫിസിക്സ്. ഓക്കെ, താഴോട്ട് കൊണ്ടുവന്നാൽ കെമിസ്ട്രി, ബയോളജി, ED, ഇംഗ്ലീഷ്, FHW, MET. ഇങ്ങനെ ഓരോ ഇതാണ് ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഇൻസേർട്ട് ടേബിൾ. നമുക്ക് ഏത് സൈസും ഷേപ്പിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമുക്ക് നോക്കാം, ഇതിൽ തന്നെ പിന്നെ അവിടെ ഉണ്ടാകും ഈ ടേബിളിനെ മോഡിഫൈ ചെയ്യും. ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ പോലത്തെ ഒരു സാധനം കണ്ടില്ലേ, അപ്പൊ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല മോഡൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. കണ്ടോ, പല കളറുകളിൽ പല വെറൈറ്റീസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടോ, മാറ്റാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും പോയിന്റ് ശ്രദ്ധിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്ത വീഡിയോ നിങ്ങൾ രണ്ടാമതായിട്ട് കാണാം. ഓക്കെ, ഇങ്ങനെ പല തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് കളർ കോമ്പിനേഷൻ നമുക്ക് മാറ്റാൻ പറ്റും ഒരു ടേബിളിന്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇൻസെർട്ട് ടേബിൾ, ഒരു ടേബിൾ എങ്ങനെ ഇൻസെർട്ട് ചെയ്യാന്നുള്ള കുറച്ച്, ഈ ടേബിൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, എന്നതാ ഇടത്തെ സൈഡിലെ ഏറ്റവും മുകളിൽ ഉള്ള ഈ സംഭവം അല്ലേ, ഏതാ ഒരു പ്ലസ് സിമ്പിൾ, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡിലീറ്റ് ടേബിൾ. കണ്ടോ, അതിൽ റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യണം. ഷേപ്പ് എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇൻസേർട്ട്. ഓക്കെ, കണ്ടോ, ഇവിടെ ഇൻസേർട്ട് എന്നുള്ള ബട്ടൺ കണ്ടില്ലേ, കണ്ടോ, ഇൻസേർട്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്യാം, ഇവിടെ പിക്ചറുകളുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പിക്ചർ, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ഷേപ്പുകളുണ്ട്. കണ്ടോ, അപ്പൊ ഏതെങ്കിലും ഷേപ്പുകളൊക്കെ ഇൻസേർട്ട് ചെയ്യണം അല്ലേ. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു സർക്കിൾ ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു സർക്കിൾ വരയ്ക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മറ്റൊരു ഷേപ്പുകൾ ഇൻസേർട്ട് ചെയ്യണം. അതാ പേസ്റ്റ്, ഇവിടെ ഇൻസേർട്ടിൽ ഷേപ്സ് ഉണ്ട്, ഇൻസേർട്ടിൽ ഷേപ്സ്. ഇതിലെന്ത് ചെയ്യാം, നമുക്ക് പല തരത്തിലുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഒരു സ്റ്റാർ വരയ്ക്കണം. അതാ സ്റ്റാർ, ഇതാണ് ഇൻസേർട്ട് ഷേപ്പ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ കളർ മാറ്റാൻ പറ്റുന്നുണ്ട്, ഷേപ്സിന്റെ കളർ മാറ്റാം. ഓക്കെ, പല തരത്തിലുള്ള കളർ കോമ്പിനേഷനുകൾ എന്ത് ചെയ്യാം, നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഷേപ്പിന്റെ തന്നെ മൊത്തത്തിൽ ഇത് കളർ മാറ്റാം, അല്ലെങ്കിൽ ഇതിന് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, പല തരത്തിലുള്ള കളർ കോമ്പിനേഷനിൽ എംബോസ് ചെയ്യുന്ന തരത്തിലൊക്കെ കുറച്ചുകൂടി വലുതാക്കുന്ന രൂപത്തിൽ ചെയ്യാം. ഓക്കെ, പല തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ കുറച്ചുകൂടി 3D എഫക്ട്സ് കൊടുക്കാം ഷേപ്സിനൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ കൊടുക്കാം, ലെറ്റേഴ്സ് മാത്രമായിട്ട് കൊടുക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് എന്തുണ്ട്, ഈ ഓരോ ഷേപ്സിനും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഷേപ്സ്. ഓക്കെ,
അപ്പൊ അതാണ് ഷേപ്സ് എന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഒരു പിക്ചർ, ഇതിലൊരു പിക്ചർ എന്ത് ചെയ്യണം, നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിനുള്ള ഒരു ഓപ്ഷൻ ആണുള്ളത്, ഇൻസേർട്ട് പ്രസ് ചെയ്യുക. പിക്ചർ, ഈ കമ്പ്യൂട്ടറിലുള്ള ഏതൊരു പിക്ചർ എന്ത് ചെയ്യണം, നമുക്കിവിടെ സേവ് ചെയ്യണം അല്ലെ. അപ്പൊ ദിസ് ഡിവൈസ്, ഈ ഡിവൈസിൽ നിന്നുള്ള ഒരു പിക്ചർ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനിത് അവിടെ നിന്ന് എടുത്തിരിക്കുന്ന ഒരു പിക്ചർ, ഈ BET എന്ന് പറയുന്ന, സോറി വേണ്ട, നമുക്ക് എന്ത് ചെയ്താൽ അവിടെ ഞാനിവിടെ A എന്ന് പറയുന്ന ഒരു പിക്ചർ ഉണ്ട്. ആ പിക്ചർ ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പോകും. പിക്ചർ നമുക്ക് എവിടെ നിന്നും എടുക്കാം കേട്ടോ. നമ്മുടെ സിസ്റ്റത്തിലുള്ള ഏത് ഡ്രൈവിൽ നിന്നോ എവിടുന്നോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുക്കുന്ന പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പിക്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് എന്ത് ഒരു ഇമേജ് എടുത്തു, A എന്ന് പറഞ്ഞ ഇമേജ് എടുത്തു. ആ ഇമേജ് എന്ത് ക്ലിക്ക് ചെയ്തു, കണ്ടോ, ഞാൻ നേരത്തെ ഉള്ള ഇമേജിലൊക്കെ ക്ലിക്ക് ചെയ്ത് അപ്പൊ പിക്ചേഴ്സ് എന്ത് ചെയ്തു, ഇവിടെ ഇൻസെർട്ടായി. ഇത് കൂട്ടുകയും കുറയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു പേജിന്. ഇപ്പൊ ഇതിൽ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ടാകും. ഇൻസേർട്ട്സ്, പിന്നെ ഓൺലൈൻ വീഡിയോ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഏതെങ്കിലും യൂട്യൂബിന്റെ ലിങ്ക് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഹെഡർ ഫൂട്ടർ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ഹെഡർ ഫൂട്ടർ, എന്താണ് ഹെഡറും ഫൂട്ടർ എന്ന് പറഞ്ഞാൽ, ഈ ഡോക്യുമെന്റിന്റെ, ഇപ്പൊ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നുണ്ടാവും അല്ലെ, ഈ ഡോക്യുമെന്റിന്റെ ഏറ്റവും മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും, ഹെഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും തലഭാഗം, ഫൂട്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ഭാഗം. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു സംഭവം നമ്മൾ ചെയ്യാൻ പോവാം. ഓക്കെ, അവിടെ ഇൻസേർട്ട് തന്നെതാ ഹെഡർ എന്നൊരു സാധനം കണ്ടോ, ഹെഡർ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഏതെങ്കിലും ഒരു ബോട്ടം നമുക്ക് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഹെഡർ. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു മോഡൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഏറ്റവും മോഡൽ ഇതാ ഉണ്ടോ. അപ്പൊ ഇവിടെ ചിത്രത്തിൽ കണ്ടോ നിങ്ങൾ ഹെഡർ ഫൂട്ടർ എന്താണെന്നുള്ള. ഹെഡർ എന്ന് പറഞ്ഞാൽ ഓരോ പേജിന്റെയും ഏറ്റവും മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും എന്താണ് വരേണ്ടത്. ഓക്കെ, ഏറ്റവും മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും എന്താണ് വരേണ്ടത്, അതാണ് ഹെഡർ ഫൂട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ എല്ലാ പേജും നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, കാലിക്കറ്റ് ഗേൾസ് VHSC എന്ന് വരണം. ഓക്കെ, അപ്പൊ ഇത് ഉണ്ടാക്കുന്ന എല്ലാ പേജിലും എന്ത് ചെയ്യും, അത് വരും. അതുപോലെ തന്നെ നമ്മൾ ഫൂട്ടർ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫൂട്ടറിൽ എന്ത് ചെയ്യണം, നമ്മുടെ പേര് വരണം. ഫോർ എക്സാമ്പിൾ, ഒരാൾ ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ പേര് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്യുന്നതായി അതിങ്ങനെ ഡിസേബിൾ ആയിട്ട് കാണാം കണ്ടോ, കാലിക്കറ്റ് ഗേൾസ് VHSC, പിന്നെ അതുപോലെ സ്വാബിർ KR നിങ്ങൾ ഡിസേബിൾ ആയിട്ട് കാണാം. ഇത് നമ്മൾ എത്ര പേജ് ഉണ്ടാക്കിയാലും ഇതുണ്ടാവും. ഞാൻ അടുത്ത പേജിലേക്ക് സെറ്റ് ചെയ്യാണ്. അങ്ങനെ കൊണ്ടാണ്ടാ അടുത്ത പേജിലേക്ക് എല്ലാ പേജിലും എന്ത് ചെയ്യും, ഈ ഹെഡറും ഫൂട്ടറും വരും കണ്ടോ. ഈ പേജിലൊക്കെ എന്ത് ചെയ്യും, ഹെഡറും ഫൂട്ടറും വന്നു. ഞാനിവിടെ മൂന്നാമത്തെ പേജ് ഉണ്ടാക്കിയത്, അവിടെ പേജ് 2 of 2 മൂന്നാമത്തെ പേജിലും ഹെഡർ വന്നു, ഇതേപോലെ ഫൂട്ടറും വന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറയാണ്. ഇതേപോലെ ഈ ഫൂട്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യാം അല്ലെ. ഇപ്പൊ മൊത്തം ഒരു 100 പേജ് കണ്ടന്റ് ആണെങ്കിൽ ഓരോ പേജിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്രാമത്തെ പേജാന്ന് അത് ഒരു കാര്യം കൂടി പറയാം, പേജ് നമ്പർ ഉണ്ടോ. ഇൻസേർട്ടില് പേജ് നമ്പർ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിയാം. പേജ് നമ്പർക്ക് ടോപ്പ് ഓഫ് ദ പേജിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കൊടുക്കാം, ബോട്ടത്ത് കൊടുക്കാം. സാധാരണ ബോട്ടം ലൈനിലാണ് എന്ത് ചെയ്ത് സാധാരണ കൊടുക്കാറുള്ളത് അല്ലെ. അപ്പൊ നോക്കി നമ്മുടെ ബോട്ടം ലൈൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ബോട്ടം ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഓപ്ഷൻ ഉണ്ട്, ഇത് ഏത് ഓപ്ഷനാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നുള്ളത്. നമുക്ക് ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം, പേജ് 1 ഓപ്ഷൻ സെന്ററിൽ തന്നെ വരണം, അല്ലേ വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റൈറ്റ് സൈഡിൽ വന്നാൽ മതി. നമ്മൾ എടുത്തത് എന്താണ്, ഇൻസേർട്ട് പേജ് നമ്പർ ബോട്ടം ഓഫ് ദ പേജ് അല്ലേ. ബോട്ടം ഓഫ് ദ പേജിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു പേജ്, ഈ സംഭവം അല്ലെ. നമ്മൾ വലത് സൈഡിൽ നമ്മുടെ പേജിന്റെ താഴ്ഭാഗത്താണ് എന്ത് ചെയ്യേണ്ടത്, ഇത് വരേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഭാഗത്ത് കണ്ടോ അങ്ങനെ ഒരു ഫെയ്ഡ് ആയിട്ടൊരു സാധനം കണ്ടോ, പേജ് അല്ലെ. എത്രാമത്തെ പേജാന്നുള്ളത് എന്ത് ചെയ്യും, അതിൽ തെളിഞ്ഞു വരും കണ്ടോ, പേജ് 3 of 3. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു പേജ് മിസ്സായാലും എത്രാമത്തെ പേജാണ് മിസ്സായതെന്ന് എന്ത് ചെയ്യും, നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ,
അപ്പൊ ഇതാണ് ഇൻസേർട്ടിലുള്ള ഓപ്ഷൻസ്. ഓക്കെ, ഇൻസേർട്ടിലുള്ള ഓപ്ഷൻ നമ്മൾ കഴിഞ്ഞു. നമുക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യാം, ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ നമ്മൾ പറയുന്നത് ഹെഡർ, ഫൂട്ടർ ആൻഡ് പേജ് നമ്പർ. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനോട് അവസാനിക്കുകയാണ്. കാരണം 8 മണിയായി. നമ്മൾ ഉദ്ദേശിച്ചത്ര തീർന്നിട്ടില്ല. നമുക്ക് ചെറിയ കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ട്. അതെന്ത് ചെയ്യാം? യെസ് ആൾമോസ്റ്റ് നമ്മൾ തീർന്നു അല്ലേ? നമ്മുടെ സിലബസ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ, നമ്മൾ ഈ ട്രാക്ക് ചേഞ്ചസ് ആക്ച്വലി സിലബസിൽ ഇല്ലാത്തതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഈ 3 സെക്ഷനിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അതായത് ഇതോടെ നമ്മുടെ സിലബസിലുള്ള പിന്നെ വേർഡ് പ്രോസസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ICT-യുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഓക്കെ, അതായത് നമുക്ക് ഈ വർഷം നമുക്ക് 3 എംപ്ലോയബിലിറ്റി സ്കില്ലാണ് പഠിക്കാനുള്ളത്. ഒന്ന് നമ്മുടെ എന്താണ് പിന്നെ ഈ പറയുന്ന അതാണ് ICT എന്ന് പറയുന്നതാണ്. രണ്ടാമത്തത് ഇതാണ് ഗ്രീൻ സ്കിൽ എന്ന് പറയുന്ന സംഭവമാണ്. പിന്നെ ഏറ്റവും ആദ്യത്താണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അങ്ങനെ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ഒന്നാമത്തത് എന്ത് ചെയ്തു? നമ്മൾ ഇന്ന് ഫിനിഷ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി നേടണം, ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ ഒരു തവണ കൂടി കാണണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ? നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. കാരണം ഇത് ഞാൻ പറഞ്ഞു പോവുകയാണ് ചെയ്തത്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഓരോന്ന് ചെയ്ത് പഠിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ തറവാവുള്ളൂ. ഈ ഒരു ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഓഫീസിലാണെങ്കിലും, ഏത് കോളേജിലാണെങ്കിലും, ഏത് ഹയർ എഡ്യൂക്കേഷനാണ് നിങ്ങൾ പോകുന്നതെങ്കിലും, അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിലാണ് പോകുന്നത്, നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ അഭിമുഖീകരിക്കാൻ പറ്റും. ഓഫീസ് വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡോക്യുമെന്റ് നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ ഒരു 3 ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ മാത്രം മതി എന്ത്? എല്ലാ കാര്യങ്ങളും ആൾമോസ്റ്റ് ഒരു മോർ ദാൻ 50% വേർഡിന്റെ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇപ്പൊ പഠിപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നല്ലൊരു ഓഫീസ് വർക്കർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നല്ലൊരു ഡോക്യുമെന്റർ ആവാം, ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.